ഹലോ എവ്രി വൺ, വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ത്രില്ലർ ജോൺറയിലുള്ള ഒരു 6 മൂവീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് പറയുന്ന മൂവികളാണ് ഈ 6 മൂവീസും. ഓക്കെ, സോ ത്രില്ലർ അല്ലെങ്കിൽ കുറ്റാന്വേഷണ കഥകൾ പറയുന്ന 6 മൂവീസ് മലയാള സിനിമകളാണ് ഇന്നിവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഏകദേശം ഒരു 1 മന്തിനുള്ളിൽ ഞാൻ കണ്ട മൂവീസാണിത്, ഡിഫറെൻറ്റ് OTT പ്ലാറ്റ്ഫോംസിലൂടെ. അതുകൊണ്ടാണ് ഇത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പലപ്പോഴും നമ്മൾ നല്ല മൂവീസ് വിട്ടു പോവാറുണ്ട്. സോ നിങ്ങളിതിൽ ഏതെങ്കിലും കാണാത്ത മൂവി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് കൂമൻ ആണ്. കൂമൻ ദ നൈറ്റ് റൈഡർ. ആസിഫ് അലി, ജീത്തു ജോസഫ് കോമ്പിനേഷനിലുണ്ടായിട്ടുള്ളൊരു സിനിമയാണ് കൂമൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമുക്ക് അഭിനയം കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയ ശൈലി നമുക്കതിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിൽ ആസിഫ് അലി ഒരു റിവെഞ്ച്ഫുൾ ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പം നമ്മളെക്കുറിച്ച് വേറൊരാൾ ചീത്തയായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഹേർട്ട്ഫുൾ ആവും. പക്ഷേ ആ ഹേർട്ടിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് അവർക്ക് അതിലുപരിയോ ആയിട്ടുള്ളൊരു രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആസിഫ് അലി ഇതിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രം. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിനയം ആസിഫ് അലി ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ നായിക പ്രാധാന്യം ഉണ്ടോ എന്ന് വെച്ചാൽ നായികയുടെ റോളിന് പ്രാധാന്യമുള്ളൊരു ചിത്രമാണ്. കാരണം ഒരു വഴിത്തിരിവ് കൊണ്ടുവരുന്നത് നായികയുടെ കഥാപാത്രമാണ്. ക്ലൈമാക്സിലൊക്കെ അത് നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെ പ്രാധാന്യമുണ്ട്, അല്ലാതെ ഒരു റൊമാൻറ്റിക് ടോണിൽ വരുന്നൊരു മൂവി അല്ല ഇത്. പിന്നെ നമുക്ക് കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഈ മൂവിയിൽ കാണാൻ കഴിയും. ഇൻ ബിറ്റ്വീൻ മൂവി കുറച്ച് ലാഗിങ് ആയിട്ട് എനിക്ക് തോന്നി എന്നുള്ളത് സത്യമാണ്. എന്നാൽ കൂടി ഒരു ടൈം നല്ല രീതിയിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ പറയുന്നൊരു മൂവിയാണ് ഈ മൂവി എന്ന് പറയുന്നത്. നമ്മൾ അധികം തൊടാത്ത കുറച്ച് വിഷയങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് ജിത്തു ജോസഫ് ആസിഫ് അലി കൂട്ടുകെട്ടിൻ്റെ കൂമൻ എന്നുള്ള മൂവി. ദിസ് മിസ്റ്ററി ത്രില്ലർ യു ക്യാൻ വാച്ച് ഇൻ പ്രൈം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തരം എന്നുള്ള മൂവിനെ കുറിച്ചിട്ടാണ്. അപർണ ബാലമുരളി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മൂവിയാണ് ഉത്തരം. സോ ഇതൊരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന മൂവി കൂടിയാണ്. കലാഭവൻ ഷാജോണൊക്കെ മികച്ച രീതിയിൽ അഭിനയിച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് ഉത്തരം എന്നുള്ള മൂവി തോന്നിയിട്ടുള്ളത്. പോലീസ് കഥാപാത്രം തന്നെയാണ് ഇതിലും ഷാജോൺ ചെയ്തിരിക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ പറയുന്ന മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം നമുക്ക് ഈ കഥ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇതാരാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ്. അത് തുടങ്ങുന്നത് ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെയാണ്. നായിക വന്ന് പറയുകയാണ്, ഞാൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന സീനിലാണ് മൂവി തുടങ്ങുന്നത്. അവിടുന്ന് മുതൽ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട രംഗങ്ങളാണ് ഉത്തരം എന്നുള്ള മൂവിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും സെക്കൻഡ് ഹാഫിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളൊന്നും ക്ലിയർ അല്ലാതെ പറയുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ഒഴിച്ചാൽ മൂവി ആവറേജിലുപരി നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. You can find this movie in ZEE5. രാജീവ് രവി സംവിധാനം ചെയ്യുന്ന കുറ്റവും ശിക്ഷയും എന്നുള്ളൊരു മൂവിയാണ് ഞാൻ പിന്നീട് കണ്ടൊരു മൂവി എന്ന് പറയുന്നത്. ആസിഫ് അലി ഇതിലും പോലീസ് വേഷമാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ആസിഫ് അലി അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് നോർമൽ നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന ഒട്ടുമിക്ക പോലീസുകാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടാണ് ആസിഫ് അലിനെ ഇതിലും കാണാൻ കഴിഞ്ഞത്. സോ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തോന്നി. പിന്നെ ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് കുറ്റവും ശിക്ഷയും എന്ന പടം നോക്കി കാണാൻ പറ്റുന്നത്. അതായത് നമുക്ക് പടം അവസാനിച്ച് കഴിയുമ്പോഴും തോന്നും അയ്യോ ഇത്രയേ ഉള്ളോ എന്ന് തോന്നും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളൂ. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പോലീസുകാരുടെ ജീവിതം എന്ന് എടുത്തു കാട്ടുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി ആയിട്ടാണ് എനിക്ക് കുറ്റവും ശിക്ഷയും എന്നുള്ള പടം തോന്നിയത് കേട്ടോ. സോ നമുക്കങ്ങനെ വൗ ഫാക്ടർ അല്ലെങ്കിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ കുറവാണെന്ന് പറയുകയാണെങ്കിലും കഥയുടെ വിഷ്വൽ
സിനിമയിൽ വിഷ്വൽസ് എല്ലാം പക്കയായിരുന്നു. നല്ല രീതിയിലാണ് രാജീവ് രവി സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്ലീസ് വാച്ച് ദിസ് മൂവി ഇൻ നെറ്റ്ഫ്ലിക്സ്. ഉടൽ എന്നുള്ള സിനിമയാണ് ഇനി നമ്മുടെ വിഷയം. ഉടൽ നമുക്കറിയാം ഒട്ടനവധി ചർച്ചകൾ നേരിട്ടൊരു സിനിമയാണ് ഉടൽ എന്നുള്ള ചിത്രം. ധ്യാൻ ശ്രീനിവാസനും ദുർഗയും മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന ഉടൽ ചിത്രം. എനിക്ക് ഏറ്റവും ഈ ചിത്രത്തിൽ ഇഷ്ടമായിട്ടുള്ളത് ഇന്ദ്രൻസ് ചേട്ടൻ അവതരിപ്പിച്ച് ഒരു കഥാപാത്രമാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് അവസാനം ഫീൽ ചെയ്യുന്നൊരു കഥാപാത്രമാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ വളരെ പാവമായിട്ടുള്ളൊരു മനുഷ്യനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇന്ദ്രൻസ് ചേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മെസ്സേജ് കൂടിയാണ് പടം നൽകുന്നത്. അതായത് നമ്മൾ ഒരു ഓൾഡ് ആയിട്ടുള്ള ആളാണ്, ഈ വീട്ടിൽ കയറി നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലിനെയാണ് സിനിമ മാറ്റിമറിക്കുന്നത്. സോ അതെനിക്കൊരു വളരെ പോസിറ്റീവ് നോട്ടായിട്ട് തോന്നി. പക്ഷേ പടം മൊത്തത്തിൽ കാണുമ്പോൾ ഇൻറ്റിമേറ്റ് സീൻസും ക്രൈം സീൻസും ഒക്കെ നിറഞ്ഞൊരു പടമാണ്. അപ്പോൾ എനിക്ക് അത്ര പോസിറ്റീവ് ഷെയ്ഡായിട്ടുള്ളൊരു മൂവിയായിട്ട് തോന്നിയില്ല. പേഴ്സണലി ഈ പടം നമുക്ക് കുട്ടികളുടെ മുന്നിലൊന്നും ഇരുന്ന് കാണാൻ പറ്റില്ല. ഇതൊരു ഫാമിലി മൂവിയല്ല. സോ അതെനിക്ക് കുറച്ച് അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സിനിമ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തരുന്ന മൂവിയാണ്. അതിനനുസരിച്ച് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒരു സക്സസ്ഫുൾ മൂവി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബിങ് ഫീൽ ഉണ്ടായത് അല്ലേ. അതിന് നമുക്ക് പിടിച്ചിരുത്താൻ പറ്റി നമ്മളെ ആ മൂവിക്ക്. സോ അതൊരു നല്ല പോസിറ്റീവ് നോട്ടാണെങ്കിൽ പോലും എനിക്ക് ഫാമിലി മൂവിയായിട്ട് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ ഈ പടം ആസ്വദിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം വളരെ ഒരു ഡിസ്റ്റർബിങ് മൈൻഡോട് കൂടിയാണ് സിനിമ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. You can watch this movie in Amazon Prime. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി എന്ന മലയാള മൂവിനെ കുറിച്ച് സംസാരിക്കായി. റാണി ദ റിയൽ സ്റ്റോറി. ഇതിൽ കുറേ ലീഡിങ് ആക്ട്രസസ് ഓഫ് മലയാളം അഭിനയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഉർവശി ചേച്ചി, മാല പാർവതി, ഹണി റോസ് ആൻഡ് നമ്മുടെ ഭാവന എല്ലാം അഭിനയിച്ചിരിക്കുന്നൊരു മൂവിയാണ് റാണി. അത്ര ഹൈപ്പ് കിട്ടിയൊരു പടമല്ല റാണി. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന കുറേ കാര്യങ്ങൾ ഈ മൂവിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായി. പ്രത്യേകിച്ച് ഒരു നാടൻ പാട്ടായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ പശ്ചാത്തലം, അതായത് വിഷ്വലൈസേഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് തോന്നി. കുറ്റാന്വേഷകനായിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ അവർ അവതരിപ്പിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു കുറ്റം അന്വേഷിക്കുന്ന രീതി ഇതുവരെ മലയാളത്തിൽ പറയാത്തൊരു രീതിയിലാണ് അത് പോർട്രേ ചെയ്തിരിക്കുന്നത്. യു ക്യാൻ വാച്ച് ദിസ് മൂവി ഇൻ മനോരമ മാക്സ്. നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് സോളമൻ്റെ തേനീച്ചകൾ എന്ന ജോജു ജോർജ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ജോജു ജോർജിൻ്റെ ഈ പടത്തിൽ. പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നായകനിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നിരുന്ന ലാൽ ജോസ് ജഡ്ജായിട്ടിരുന്നിരുന്ന പരിപാടിയായിരുന്നു നായകൻ. സംവൃത സുനിലൊക്കെ ആയിരുന്നു ഗസ്റ്റ്. സോ ആ പരിപാടി നല്ല ഹിറ്റായിട്ടൊരു പ്രോഗ്രാമായിരുന്നു. അതിലെ കണ്ടസ്റ്റൻസ് ആണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. വിൻസി അലോഷ്യസ്, ദർശന, ശംഭു തുടങ്ങിയവരെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. മെയിനായിട്ട് വിൻസിയുടെയും ദർശനയുടെയും കഥാപാത്രമാണ് ഇതിലുള്ളത്. അവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് മെയിനായിട്ട്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കഥയുടെ ദിശ നന്നായിട്ട് മാറുന്നുണ്ട്. ഒരു കൊലപാതകത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ പോകുന്നത് പിന്നീട് അങ്ങോട്ട്. അപ്പോൾ ഇത് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വളരെ നല്ല രീതിയിൽ തന്നെ ലാൽ ജോസ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ നല്ലോണം പടം എൻജോയ് ചെയ്തു. ക്ലൈമാക്സ് ഒക്കെ സമയത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. മൂവീസ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് അത് അവതരിപ്പിച്ചിരുന്ന രീതി, വിൻസിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ വിൻസി പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് പടം. ഇതും ഒരു വൺ ടൈം വാച്ചബിൾ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. താങ്ക് യു. You can watch this in Manorama Max.